നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഇന്നലെ വൈകിട്ട് ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന അങ്കമാലി സെയിന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ വാർഷികവും അവിടുത്തെ ഹെഡ് മിസ്ട്രസിന്റെയും മറ്റും റിട്ടയർമെന്റ് പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് മടങ്ങുമ്പോൾ അങ്കമാലി ടൗണിനടുത്തുള്ള വിമത വൈദികരുടെ ജോയ്സ് കൈതക്കോട്ടിലച്ചൻ സത്യാഗ്രഹം നടത്തുന്ന പന്തലിന്റെ മുമ്പിൽ ഞാൻ കാർ നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അപ്പോൾ കണ്ടത് സമ്മേളന പന്തലിൽ അതിന്റെ സ്റ്റേജിൽ 6-7 വൈദികരുണ്ട്. താഴെയാണെങ്കിൽ ഒരു ഡസനിൽ താഴെ വിശ്വാസികൾ ഉണ്ട്. അവിടെ അങ്കമാലിയുടെ മുൻ MLA-യും മുൻ മന്ത്രിയും അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാക്ഷാൽ നമ്മുടെ ജോസ് തെറ്റയിൽ അദ്ദേഹം വിമത വൈദികരെ ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുന്നു. ശൂന്യമായ സദസ്സിന്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. ഞാനൊരു ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷേ അടുത്ത് ചെന്ന് ഫോട്ടോ എടുത്താൽ അത് പ്രകോപനപരമായിരിക്കും. ഒരുപക്ഷെ അതിൽ തന്നെ മാനസിക സ്ഥിരതയില്ലാത്ത 1-2 പേരുള്ളത് കൊണ്ട് ഇനി ഒരു അതിക്രമം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്മാറി. അങ്കമാലിയുടെ പ്രധാനമന്ത്രി ഈ സമ്മേളന നഗരിയിൽ എത്തിയത് അതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് തെറ്റയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ആലഞ്ചേരി പിതാവിനെ കണ്ട് ആശീർവാദം വാങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് റോജി എം ജോണിനോട് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ അദ്ദേഹം അതുകൊണ്ട് ഇനി വിമതർ ആണല്ലോ വിശ്വാസികളിൽ ഭൂരിപക്ഷവും, അതുകൊണ്ട് വിമത സത്യാഗ്രഹിയെ സന്ദർശിച്ച് സ്നേഹം പ്രകടിപ്പിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിമത വോട്ടുകൾ കൊണ്ട് ജയിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. പക്ഷേ ശുഷ്കമായ സത്യാഗ്രഹ പന്തൽ കണ്ട് അദ്ദേഹവും നിരാശനായി കാണും. ഇവിടെ ഈ ശുഷ്കമായ സത്യാഗ്രഹം അങ്ങനെ നടക്കുന്നു. ഇന്നത് അവസാനിക്കാൻ പോവുകയാണ്. അങ്ങ് ഒക്കലിൽ വിമതരുടെ ബുദ്ധികേന്ദ്രമായിരുന്ന സാക്ഷാൽ മുൻ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ്, അദ്ദേഹം ദിവ്യകാരുണ്യ സഭയുടെ ആശ്രമത്തിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചെന്ന് സിനഡ് കുർബാന, ഏകീകൃത കുർബാന കാണുക മാത്രമല്ല, ഇന്നും മുൻ ജഡ്ജി കുര്യൻ ജോസഫ് ബൈബിള് വായിച്ചു. അപ്പൊ എന്നോട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവിടെ നിന്ന് വിളിച്ചു ഈ വിവരങ്ങൾ പറഞ്ഞു. ശരിയാണ്, അദ്ദേഹത്തെ ഞാൻ ഹാർദവുമായിട്ട് അനുമോദിക്കുകയാണ്. എന്നെ പോലെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിച്ചപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി അദ്ദേഹം വിമത പക്ഷത്ത് നിന്ന് കുറ്റബോധത്തോടെ തിരിച്ച് വന്ന് ദിവ്യകാരുണ്യ ആശ്രമത്തിലെ ഏകീകൃത കുർബാന അർപ്പണത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അനുജന്മാരൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ ഹാർദവുമായിട്ട് ഈ കാര്യത്തിൽ അനുമോദിക്കുകയാണ്. കാരണം കുര്യൻ ജോസഫ് ഇവിടുത്തെ വിമത വൈദികരും പറയുന്നത് കേട്ട് അദ്ദേഹം വിശ്വസിച്ചു. റോമിൽ ചെന്ന് മാർപ്പാപ്പയെ കണ്ടാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്ന്. മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ഇപ്പോൾ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ടാകും. എന്തായാലും അദ്ദേഹം ദിവ്യകാരുണ്യ ആശ്രമത്തിൽ വന്ന് ഏകീകൃത കുർബാന അർപ്പണത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എന്ന് മാത്രമല്ല, അദ്ദേഹം ബൈബിൾ വായിക്കുന്നു. അദ്ദേഹം വളരെ എളിമയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു നല്ല വിശ്വാസിയാണ്. അദ്ദേഹവും തെറ്റ് തിരുത്തിയതിൽ നമുക്ക് അദ്ദേഹത്തെ ഹാർദവുമായിട്ട് അനുമോദിക്കാം. ഇവിടെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി സന്ദർശിച്ച ആ സമ്മേളന പന്തലിൽ അത് ഇപ്പോഴത്തെ അങ്കമാലി MLA ആയിരിക്കുന്ന റോജി എം ജോണും ഒന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അടുത്ത തെരഞ്ഞെടുപ്പിലെ വിഷയം വെറുതെ ഒന്നുമല്ല ജോസ് തെറ്റയിൽ സമ്മേളന സത്യാഗ്രഹ വേദിയിലെത്തിയത്. ഇനി വിമതപക്ഷത്തെ സപ്പോർട്ട് കിട്ടിയാൽ നാളത്തെ പ്രചരണം, അടുത്ത ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയം ശ്രീ റോജി എം ജോൺ കൽദായനാണ്, പാലാക്കാരനാണ്. പാലായിൽ കുടിയേറിയ, തലശ്ശേരിയിൽ കുടിയേറിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം കൽദായനാണ് എന്ന പേരിൽ അദ്ദേഹത്തെ അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു കളയാം എന്ന സ്വപ്നമാണ് ജോസ് തെറ്റയിലിനുള്ളത് എന്ന് ഏത് മന്ദബുദ്ധിക്കും അറിയാം. നന്ദി, നമസ്കാരം.